10 വർഷവും ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരോടും കഥ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോഴും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഞാനൊരു 60-70ഓളം ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് 200ഓളം പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരുന്നു, ഇവൻറ്റുകൾ ചെയ്തിരുന്നു. അതൊക്കെ പറയുമ്പോഴും ഒരു സിനിമ, ആദ്യ സിനിമ അതിപ്പോഴും മനസ്സിലിങ്ങനെ. സാർ ഈ ഇത്രയും എക്സ്പീരിയൻസുകൾ ഇത്രയും സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് 2016-17 സമയത്താണ് ആദ്യത്തെ സിനിമ എബി സംവിധാനം ചെയ്യുന്നത്. ഈ എബി എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റിലേക്ക് അത് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. എങ്ങനെയാണ് ആ സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? സന്തോഷിച്ച ഗാനത്തിൻ്റെ ഒരു കഥ, ആ കഥയെ പിന്നീട് നമ്മളൊന്നുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടുണ്ടാക്കപ്പെട്ടൊരു തിരക്കഥയാണ്. അതൊരു ജീവിതകഥ എന്ന് തോന്നിക്കാവുന്ന കഥയാണ്. നമ്മൾ ഒരാളുടെയും റിയൽ ലൈഫ് നിർത്തിയിട്ടല്ല ചെയ്തത്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷിക്കാനോ എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ കഥ, അതിന് അദ്ദേഹത്തിന് കിട്ടിയ ധാരാളം ഇൻഫർമേഷൻസ് അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു തിരക്കഥയാണത്. സന്ദർഭവശാൽ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പിന്നീട് നമ്മൾ അറിയുകയാണ്. അങ്ങനെയാണ് നമ്മൾ അവരുടെ ജീവിതമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേസൊക്കെ ഉണ്ടായത്. ചില ആൾക്കാർക്ക് തോന്നി അത് അങ്ങേരുടെ കഥയാണെന്ന് അദ്ദേഹത്തിന് അത് തോന്നി എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാനൊക്കെ പോയി, അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം ഓൾറെഡി മറ്റൊരു പ്രോജക്റ്റിന് കമ്മിറ്റഡ് ആണ്. അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കടന്നില്ല. നമ്മൾ നമ്മുടെ കഥയായിട്ട്, നമ്മുടെ കഥയായിട്ട് മുമ്പോട്ട് പോയി, ഫിക്ഷണലാക്കി നമ്മൾ നമ്മുടെ ഒരു എലമെന്റ് വെച്ചിട്ട് സിനിമ ഉണ്ടാക്കി. ഈ ശരിക്കും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എത്രയോ നാൾ മുമ്പ് തുടങ്ങി. പലപ്പോഴും ചിന്തിക്കുമല്ലോ, ഇപ്പം 2006 ഞാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. 2016 എൻ്റെ സിനിമ ചെയ്ത് 2017 ഫെബ്രുവരി 23 എൻ്റെ സിനിമ ചെയ്തത്. 10 വർഷം തീർക്കുമായിരുന്നു. 10 വർഷവും ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരോടും കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡേറ്റ് തന്നത് വിനീത് ശ്രീനിവാസനാണ്. അതുകൊണ്ടാണ് ആ സിനിമ അത്രയും വൈകിയതുമൊക്കെ. പിന്നെ അങ്ങനെ ഒരു കഥയിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുക വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കഥ പറയാൻ പറ്റില്ല. കാറ് നമുക്ക് കൈ കാണിച്ച് നിൽക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നിൽക്കും. ഒരു ചെറിയ പറപ്പയുടെ മേളിൽ കയറിയിരുന്ന് പോയാൽ അത് ബ്രേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ആകാശത്തേക്ക് പൊങ്ങിപ്പോവുക എന്ന സാധനം. ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പറക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല, ഉറക്കത്തിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും പറന്നു പോകാത്ത ആരുമില്ല. എപ്പോഴെങ്കിലും ഇടിച്ചു നിൽക്കുകയോ ശ്വാസം മുട്ടി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ, അല്ലേ? അപ്പോൾ അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളിലൊന്നാണ് പറക്കൽ. അതായിരുന്നു നമ്മുടെ വിഷയം. എനിക്ക് ഭയങ്കര പേഴ്സണലി ഫീൽ ചെയ്ത സിനിമയാണ്. ഞാൻ ഓർക്കുന്നു വിഷ്ണു, അന്ന് ധാരാളം ഇന്നിപ്പോൾ നമ്മൾ കണ്ടുമുട്ടുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പോൾ അന്ന് ധാരാളം പേര് ജിഷ്ണുവിനെ പോലെ, ജിഷ്ണു പക്ഷേ വലിയൊരു റൈറ്റപ്പൊക്കെ അതിന് സിനിമയുമായി ബന്ധപ്പെട്ട് എഴുതിയിരുന്നു. അച്ഛൻ്റെ കഥയും ഒക്കെ പറഞ്ഞിട്ട്, ജിഷ്ണുവിൻ്റെ അച്ഛൻ്റെ. ഞാൻ ലിറ്ററലി സാർ തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ എനിക്ക് ഈ കാണാൻ, നമ്മൾ പറഞ്ഞു കേട്ട കഥകളാണല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നത് അച്ഛനെ തന്നെയായിരുന്നു ശരിക്കും. അച്ഛൻ്റെ കഴിവുകൾ ആരും, ഇപ്പോൾ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും, ആരും അങ്ങനെ ഡിസ്കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ സിനിമ എനിക്ക് ഭയങ്കര പേഴ്സണലി കണക്ട് ആയിട്ടുള്ളൊരു സിനിമയാണ്. താങ്ക് യു ഫോർ ദാറ്റ്. അയ്യോ, ഞാൻ അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം ഏതെങ്കിലും ഒരാളിനെ റിലേറ്റ് ചെയ്യുന്നു, അത് ഒരാളായാൽ കൂടിയും കണക്ട് ചെയ്യുമെന്ന് പറയുന്നത് നമുക്ക് വലിയ നമ്മുടെ ലക്ഷ്യം കണ്ടു എന്ന് വേണം പറയാൻ. പിന്നെ അതുപോലൊന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലൊന്ന് എല്ലാ കാലത്തും ആ ഒരു വിഷയത്തിന് എല്ലാ കാലത്തും ഈ പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ ആ ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ട്. നേരിട്ട് നമ്മളൊരു പറക്കൽ കാണിക്കുമ്പോഴും എല്ലാവരും ഓരോരോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ടേക്ക് ഓഫ് ടൈമിനാണ്, ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ സിനിമ നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടു. ആ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോഴും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാനും സന്തോഷിക്കാനും ഒക്കെ ആഗ്രഹിച്ച രീതിയിൽ മുഴുവനായും അത് ചെയ്തു തീർക്കാൻ എനിക്ക് പറ്റിയില്ല. അതിപ്പോൾ ഒരു സൃഷ്ടി അങ്ങനെ പറ്റില്ല എന്നാണ് പറയുക. എസ്പെഷ്യലി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ആഗ്രഹമായി നിൽക്കുമ്പോൾ അതിന് മുഴുവൻ ചിറകൊക്കെ മുളച്ച് നിറയെ വിടർന്നൊക്കെ നിൽക്കും. പക്ഷെ നമ്മൾ മറ്റ് സാങ്കേതികമായ ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ വരുന്നതോടുകൂടി അതിന് ഓരോരോ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ ഫൈനൽ ലക്ഷ്യം കാണുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവെ അനുഭവമുള്ള ആൾക്കാർ പറയുക. അപ്പോൾ അതാണ് ഒരു ആശ്വാസമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ എന്നാലും ആ സിനിമ ഇപ്പോഴും കണ്ട് OTT-യിലൊക്കെ കണ്ടിട്ട് ആൾക്കാർ വിളിച്ച് നമ്മളോട് സംസാരിക്കുകയും ആ സിനിമ നമുക്കൊരു വിലാസമായിട്ട് അഡ്രസ്സായിട്ട് എബി ചെയ്ത ആൾ എന്ന് പറയുക ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. അത് സന്തോഷിച്ച് കാണുന്നതിന് എഴുത്തിൽ തന്നെ വിനീതിനെ ഇപ്പോൾ ഒരാൾ വേണം അതിൽ അഭിനയിക്കാൻ എന്ന് തീരുമാനിക്കുന്നിടത്ത് തന്നെ എൻ്റെ ജോലി വളരെ എളുപ്പമായി. ഒന്ന്, വിനീതിനെ എനിക്ക് വളരെ അടുത്തറിയാം. ഞങ്ങൾ വളരെ അടുത്ത എൻ്റെ ഒരു അനിയനാണ്, എൻ്റെ അനിയനെ പോലെയാണ്.
ശ്രീനേട്ടനായിട്ടും ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രലേഖ മുതലുള്ള വളരെ അടുത്ത ബന്ധം. ഈ സ്ക്രിപ്റ്റ് കോപ്പിങ് പരിപാടികൾ പ്രിയൻ സാറിൻ്റെ ശ്രീനിയേട്ടൻ കൂടിയുള്ള എല്ലാ സിനിമകളിലും അവരൊരുമിച്ച് കൂടി ചർച്ചകൾ നടക്കാറുണ്ട്. പ്രിയൻ സാർ എഴുതി ഇങ്ങോട്ട് ശ്രീനി അഭിനയിച്ചു എന്ന് പറയാനല്ല പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനിയേട്ടനോട് നല്ല അടുപ്പമുണ്ട്. വിനീതിൻ്റെയും കസവൻ്റെ തട്ടുമെട്ടെന്നുള്ള സോങ് ഞാൻ കൂടി അസിസ്റ്റൻ്റ് ആയിട്ടുള്ള കിളിച്ചുണ്ട മാമ്പഴത്തിലെ പാട്ടാണ്. അതായിരുന്നു വിനീതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഡെബ്യൂ. പിന്നെ വിനീതിൻ്റെ ഏറ്റവും ആദ്യത്തെ വിഷ്വൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ചെയ്ത ഒരു പരസ്യത്തിലാണ്. ശ്രീനിചേട്ടനും വിനീതും കൊണ്ടാണ് ആദ്യമാണ് അഭിനയിക്കുന്നത്. ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൻ്റെ CD എനിക്ക് തന്ന ഒരു പരസ്യത്തിലാണ് വിനീത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷമാണ് ആൽബമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ചില കണക്ഷൻസ് ഉണ്ടായതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് നടന്നത്. ഇപ്പോഴും എല്ലാവർക്കും ഏറ്റവും ആദ്യത്തെ സിനിമ ഞാൻ എൻ്റെ കഥ പറഞ്ഞല്ലോ, 9 വയസ്സുള്ളപ്പോൾ കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുന്നത് ഈ 2017 പറയുന്നത്. അതെ, പരസ്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ തന്നെ ഞാനൊരു 60-70 ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് 200 പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരുന്നു, ഇവൻറ്റുകൾ ചെയ്തിരുന്നു. അതൊക്കെ പറയുമ്പോഴും ഒരു സിനിമ, ആദ്യ സിനിമ അതിപ്പോഴും മനസ്സിലിങ്ങനെ